വയനാട് ദുരന്ത മേഖലകളിൽ ജനകീയ തിരച്ചിൽ തുടരുന്നു. പരപ്പൻപാറയിൽ നടത്തിയ തിരച്ചിലിൽ പുഴയോട് ചേർന്ന ഭാഗത്ത് നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി. സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് സംഘവും സ്ഥലത്ത് കൂടുതൽ തിരച്ചിൽ നടത്തുകയാണ്. സൂചിപ്പാറയിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഇന്ന് പുറത്തെത്തിക്കും. സൂചിപ്പാറയുടെ താഴെ ഭാഗത്താണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി അർജുൻ PS ഉണ്ട്. അർജുൻ, ഇന്നത്തെ ജനകീയ തിരച്ചിലിൽ എത്ര മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്? ജനകീയ തെരച്ചിൽ അല്പസമയത്തിനകം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പരപ്പൻപാറയിൽ നിന്നും ഇത്തരത്തിൽ 2 മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ശരീര അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഈ സൂചിപ്പാറയിൽ നിന്നും ആ ശരീര അവശിഷ്ടങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ശരീരാവശിഷ്ടങ്ങൾ ഈ സൂചിപ്പാറയുടെ താഴഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നെങ്കിലും അവിടേക്ക് എത്തിപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് ആ റെസ്ക്യൂവിന് തണ്ടർ ബോട്ട് അടക്കമുള്ള സേനകൾ തയ്യാറായിട്ടുള്ളത്. തുടർന്ന് ഇവർ ഹെലികോപ്റ്റർ മാർഗം അവിടെ എത്തുകയും ഇവിടെ നിന്നും റെസ്ക്യൂ നടത്തുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങോട്ട് തണ്ടർ ബോട്ട് സംഘം പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകുവാൻ കഴിയും. ഒന്നിലധികം ശരീരാവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 20ഓളം ശരീരാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോഡി പാർട്സ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളെ അവിടെ റെസ്ക്യൂ നടത്തിയ ചില ടീം അംഗങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കുന്നത്. എന്നാൽ തന്നെയും ജനകീയ തെരച്ചിൽ ഇന്നത്തെ ജനകീയ തെരച്ചിൽ അവസാനിക്കാനിരിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ട്. 20ലധികം മൃതദേഹ ശരീരങ്ങൾ അല്ലെങ്കിൽ ശരീര അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ ജനകീയ തെരച്ചിലിൽ വിവിധ നേതാക്കളടക്കം പങ്കെടുക്കുന്നുണ്ട്. അതായത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലടക്കം ഇത്തരത്തിലുള്ള ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ സാധാരണ ജനങ്ങളുണ്ട്. മാത്രമല്ല ഈ ഒരു ജനപ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ക്യാമ്പിലുള്ളവർക്കടക്കം ഇവിടെ തെരച്ചിൽ നടത്താമെന്നുള്ള അത്തരത്തിലുള്ള ഒരു അധികാരം കൂടി അവർ നൽകിയിട്ടുണ്ട്. ക്യാമ്പിൽ പറ്റുന്നവർക്ക്, അതായത് പോകുവാൻ കഴിയുന്നവർക്ക് അങ്ങോട്ട് പോകാം, കൃത്യമായി തെരച്ചിലിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ PS ആണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.